രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീർന്നു, കോൺഗ്രസ് വിശുദ്ധമായി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാരാരും ഇപ്പോൾ വലുതായിട്ട് മിണ്ടുന്നില്ല. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി. രാഹുലിനെ ആരോ ഒറ്റിയതാണ്, രാഹുലിനെ ആരോ പിന്നിൽ നിന്ന് കുത്തിയതാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കോൺഗ്രസ്സുകാരിൽ തന്നെ എസ്പെഷ്യലി രാഹുൽ അനുകൂല വിഭാഗം ഇത് അടക്കം പറയുന്നു. ശരിയാണോ? അല്ല, അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ആ സാധ്യത പറയുമ്പോഴും രാഹുൽ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം കുറയുന്നില്ല. പക്ഷേ രാഹുലിൻ്റെ പേരിൽ ഈ ആരോപണം വന്നത് തങ്ങൾക്കൊരവസരമാണ്, അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് കാണുന്ന കോൺഗ്രസ്സുകാർ നിരവധിയുണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. അത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണ്. എനിക്ക് ഇത് പറയുമ്പോൾ ഒരു പഴയ കഥയാണ് ഓർമ്മ വരുന്നത്. പി ടി ചാക്കോ പീച്ചിയിലേക്ക് പോയപ്പോൾ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അതൊരു കൈവണ്ടിയിൽ എവിടെയോ തട്ടി, അത് ആരോപണമായി. ആ സ്ത്രീ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ടായിരുന്നു. അത് പോട്ടെ, ആ വിഷയമല്ല ഞാൻ പറഞ്ഞു തന്നത്. അന്ന് പി ടി ചാക്കോ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ പി ടി ചാക്കോയെ തകർക്കാൻ അതൊരവസരമായി കോൺഗ്രസ്സുകാർ കണ്ട് പി ടി ചാക്കോയെ തകർത്ത് കളഞ്ഞു. പക്ഷേ ഇതുപോലെയല്ല, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ഇത് വ്യത്യാസമുണ്ട്, ആരോപണമായിട്ട് വ്യത്യാസമുണ്ട്. അന്ന് ആരാണ് സ്ത്രീ എന്ന് തെളിഞ്ഞില്ല. സ്ത്രീകളെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരു സ്ത്രീ, അതൊരു കോൺഗ്രസ് നേതാവാണ്, അവർ വന്ന് പറഞ്ഞ ആ കാറിലുണ്ടായിരുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു. അവരെ രക്ഷിക്കാനാണ്, അവരെ സ്വയം ഏറ്റെടുത്തതാണ് എന്ന് പറഞ്ഞ് പിന്നീട് വിവാദമുണ്ടായി. എന്തായാലും ശരി, പത്രമാധ്യമങ്ങൾ, അന്നത്തെ പത്രങ്ങൾ അന്തസ്സുള്ള പത്രങ്ങളായിരുന്നു, പത്രപ്രവർത്തകർ ആത്മാഭിമാനമുള്ളവരുമായിരുന്നു. എന്തായാലും ശരി, അവരെ ഒന്നും പെട്ടെന്ന് വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അവർ വലിയ പ്രാധാന്യം കൊടുത്തു ഈ പി ടി ചാക്കോയുടെ യാത്രയ്ക്ക്. അവസാനം പി ടി ചാക്കോയ്ക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, പി ടി സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, വലിയ മനോവേദന അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആകസ്മികമായിട്ട് പി ടി ചാക്കോ മരിച്ചത്. പക്ഷേ പി ടി ചാക്കോ മരിച്ചത് കോൺഗ്രസ്സുകാരനായിട്ടാണ്, കേരള കോൺഗ്രസ്സുകാരനല്ല. പി ടി ചാക്കോയുടെ കോൺഗ്രസ്സുകാർ കാണിച്ച അനീതിക്കായിട്ടുള്ള ഒരു പ്രതികരണമാണ് കേരള കോൺഗ്രസ്. അല്ല, കേരള കോൺഗ്രസിന്റെ സ്ഥാപനവും പി ടി ചാക്കോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പി ടി ചാക്കോ കേരള കോൺഗ്രസ്സുകാരനുമായിരുന്നു, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. പറഞ്ഞു വന്നത്, അപ്പോൾ അവിടെ തൊട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ഇത്തരം വിവാദങ്ങൾ എന്നും കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് മറ്റുള്ളവർ. കോൺഗ്രസിനകത്ത് ഒരു നേതാവിനെതിരെ ഒരാരോപണം വന്നാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം വന്നാൽ, അതിന് വലിയ കവറേജ് കിട്ടും. അപ്പോഴത്തേക്ക് എല്ലാവരും കൂട്ടമായിട്ട് ഈ വെട്ടുക്കിളി ഇറങ്ങുന്നത് പോലെ ഇറങ്ങും. ഇറങ്ങിയിട്ട് പിന്നെ എല്ലാവരും പുണ്യവാന്മാരാകാനാണ് ശ്രമിക്കുന്നത്. വിശുദ്ധന്മാരാണ്, എല്ലാവരും വിശുദ്ധന്മാരാണ്. രാഹുൽ മാങ്കൂട്ടം ഒഴിച്ച് പാർട്ടി യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വളരെ വിശുദ്ധന്മാരാണ്. അത്തരത്തിൽ ഇവരിറങ്ങും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന മറ്റു ചില ആളുകളുടെയൊക്കെ പേര് കാണുമ്പോൾ, നമ്മൾ മാധ്യമപ്രവർത്തകരാണല്ലോ, ഇവരെക്കുറിച്ചൊക്കെ എത്രയോ വാർത്തകൾ തെളിവ് സഹിതം ആളുകൾ പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഗൂഢാലോചനയ്ക്കുള്ള വലിയ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര്, അദ്ദേഹത്തോടൊപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച അബിൻ വർക്കിയുടെ പേരാണ് കേൾക്കുന്നത്. അദ്ദേഹം കൂടെ നിന്ന്, അതായത് അന്ന് പരാജയപ്പെടുത്തിയതിനുള്ള ഒരു പ്രതികാരമാണ് അബിൻ വർക്കി പിന്നിൽ നിന്ന് പണിഞ്ഞത് എന്നുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു ആരോപണം, സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അല്ല, അതിൻ്റെ സാധ്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന നേതാവാണ്. തീർച്ചയായിട്ടും, അതിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിയോഗി എന്ന് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു നിന്നാൽ പിന്നെ സ്വാഭാവികമായി അവസരം വരുന്നത് അബിൻ വർക്കിക്കാണ്. അബിൻ വർക്കി ആ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഒരുപക്ഷെ അതിന് കൂടുതൽ പോസിബിലിറ്റീസ് ഒരുപാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഇത്തരം ഒരു വിവാദത്തിൽ ചെന്ന് പെട്ടുകൊണ്ടല്ലേ അബിൻ വർക്കിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞത്. അബിൻ വർക്കി ഉണ്ടാകാം, ഒരു സാധ്യത വന്നു, അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തി. പക്ഷേ മറ്റു ഒരു റീഡിങ്, അതായത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് ഈക്വൽ ടു ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിന്റെ പ്രതിപുരുഷനാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ പകരം അദ്ദേഹത്തിന്റെ ഒരു നോമിനി ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയായി വന്നത്. പക്ഷേ ഇവർക്കിടയിലുള്ള സമവായം എന്തോ തെറ്റിയെന്നോ, അതിന്റെ ഭാഗമായിട്ട് ഷാഫി പിന്നിൽ നിന്ന് കുത്തിയെന്നോ ഒക്കെ കേൾക്കുന്നു. എന്തെങ്കിലും കഴമ്പുണ്ടോ? അതിനൊരു സാധ്യത കുറവാണ്. കാരണം ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ഷാഫിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? ഒന്ന്. രണ്ട്, ഇനി പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സീറ്റിൽ നിന്ന് മാറ്റി ഷാഫിക്ക് 26-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരണം, മത്സരിക്കണം, ജയിച്ചാൽ മന്ത്രിയാകാം, സാധ്യതയുള്ള ആളാണ്, സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ വടകര പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു കോൺഗ്രസ് MP രാജിവെച്ച് പാലക്കാട് പോയി മത്സരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുവാദം കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് സാധ്യത കുറവാണ്. എങ്കിലും ഇത് ചോദിച്ച സാന്ദർഭികമായിട്ട് ഞാൻ പറയാം,
ഒരുപാട് കോൺഗ്രസ് എം പിമാർ കുപ്പായം തുന്നിയിരിക്കുകയാണ്. കാരണം അവർക്ക് 2029 ഉള്ള ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് ഇതിന്റെ കോൺഗ്രസിന്റെ കഥ കഴിയും. കാരണം രാഹുൽജിയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നയിച്ചതിന്റെ കാര്യം നമുക്കറിയാം. വോട്ട് ചോരി യാത്ര കഴിഞ്ഞു, ഭാരത് ജോഡോ യാത്ര നടന്നു. ഓരോ ആളുകൾ പറയുന്നത് ഭാരത് ജോഡോ യാത്ര നടത്തിയ സീറ്റ് കിട്ടിയത്. രാഷ്ട്രീയ നിരീക്ഷകർക്കെന്നവർക്കറിയാം അതൊന്നും അല്ല. ഈ പിന്നെ യുപിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താണെന്ന് അറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ശരി, രാഹുൽ ഗാന്ധിയിൽ വലിയ പ്രതീക്ഷയുള്ളതുകൊണ്ട് അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി വല്ല പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ ഒക്കെ ഉപജീവനം കഴിക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാർ, ഡൽഹിയിലെ കോൺഗ്രസ്സുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും എണ്ണം ഇപ്പോൾ തന്നെ അടൂർ പ്രകാശ്, അദ്ദേഹം അടൂർ രാജിവെച്ചിട്ട് കോന്നി വന്ന് മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നല്ല ആറ്റിങ്ങിൽ നിന്ന് രാജിവെച്ച് കോന്നി വന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്സരിച്ച് മന്ത്രിയാകാൻ കോന്നിക്കാരനെന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യും. അദ്ദേഹം നല്ല MLA ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ കോന്നി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആറ്റിങ്ങിൽ നിന്ന് രാജിവെക്കാൻ ഹൈക്കമാൻഡ് അനുവദിക്കുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കോൺഗ്രസ് എം പിമാർ 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് നിയമസഭാ സീറ്റ് കരസ്ഥമാക്കി ഇവിടെ ജയിച്ച് മന്ത്രിയാകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് സുരേഷ് കുടിക്കുന്നിലും ഉണ്ട്. അപ്പൊ പല ആളുകളുണ്ട്. കാരണം അവിടെ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. TN പ്രതാപൻ ബുദ്ധിപൂർവ്വം ഇക്കുറി മത്സരിക്കാതെ കെ മുരളീധരന് മുന്നിൽ നിർത്തിയിട്ട് വിജയകരമായി നിൽക്കുകയാണ്. പക്ഷെ കേൾക്കുന്ന ഒരു കാര്യം, ഇപ്പൊ താങ്കൾ ചോദിച്ചു ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റിയാൽ എന്തുണ്ട് ഗുണം എന്നുള്ളത് ചോദിച്ചു. അവിടെ കേൾക്കുന്ന ഒരു കാര്യം, ഞാനിത് എൻ്റെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്, നേരത്തെ തന്നെ, അതായത് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വടകരയിലേക്ക് പോയപ്പോൾ ഇവർക്കിടയിൽ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. 2026 ആകുമ്പോൾ ഷാഫിക്ക് ഈ പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ വന്ന് മത്സരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി മന്ത്രിയാകണമെന്നുള്ള ഒരു ആഗ്രഹം ഇദ്ദേഹത്തിനുണ്ട്. അങ്ങനെ വരുമ്പോൾ തൽക്കാലത്തേക്ക് പാർട്ടി പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷിക്കാൻ വേണ്ടി വടകരയിലേക്ക് പോയ താൻ 2026 തിരിച്ചു വരുമ്പോൾ ഈ സീറ്റ് തനിക്ക് തരണമെന്നും പകരം രാഹുലിനെ ആറന്മുളയിലോ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കാമെന്നും അവർക്കിടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ ആ ധാരണ തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെന്നും ചില തൽപര കക്ഷികൾ പറയുന്നു, അടക്കം പറയുന്നു. അതിനുള്ളൊരു സാധ്യത തള്ളാൻ പറ്റുമോ? ഇല്ല, ഞാൻ ആ സാധ്യത പൂർണ്ണമായിട്ട് തള്ള. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുണ്ടാക്കുന്ന ഒരു ഉഭയകക്ഷി കരാറ് പ്രകാരം ഒരാള് ആറന്മുളയോട്ട് പോകാനും മറ്റൊരാൾ MP സ്ഥാനം രാജിവെച്ച് പാലക്കാട് വന്ന് മത്സരിക്കാനും ഒക്കെ വേണമെങ്കിൽ ഇവർ രണ്ടുപേരും മാത്രമുള്ള ഒരു പാർട്ണർഷിപ്പ് കമ്പനിയിലായിരിക്കണം അവർ മന്ത്രിമാർ, MLA മാരും MP മാരും ഒക്കെ ആയത്. അത് കോൺഗ്രസ്സിൽ അസാധ്യമാണ്. അതൊന്നും കോൺഗ്രസ്സിന് നടക്കില്ല. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് മറ്റു കമാൻഡില്ല, ഒരു സങ്കല്പം. അപ്പോൾ ഇപ്പോൾ സാങ്കല്പിക ഹൈക്കമാൻഡിലുള്ളത് KC വേണുഗോപാലാണല്ലോ. അപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിക്കും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഉള്ള സാധ്യത വളരെ വിരളമാണ്. തന്നെയല്ല അവർ തമ്മിലൊരു ഉഭയകക്ഷി കരാറുണ്ടാക്കി തീർക്കാവുന്ന കാര്യമല്ല. ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി പ്രശ്നമല്ല, ഒരു സാധ്യതയില്ല. അപ്പോഴും ഒരു സംശയം ബാക്കി, അങ്ങനെയാണെങ്കിൽ പിന്നെ രാഹുലിനെ ചതിച്ചത് ആരെന്നുള്ളൊരു ചോദ്യം ഉണ്ട്, അതിന് ഉത്തരം കിട്ടണ്ടേ? രാഹുലിനെ ചതിച്ചത് രാഹുൽ തന്നെയാണ്. കൈയിരിപ്പ് കൊണ്ട് വാങ്ങിപ്പിടിച്ചു. അതാണ് പറഞ്ഞത്. ഒരു നേതാവ്, ഒരു പബ്ലിക് ഫിഗർ ആകുന്ന നേതാവ് ആരോടും മാന്യമായി പെരുമാറാൻ പഠിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പിന്നെ ഒരു സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഓഡിയോ ക്ലിപ്പിംഗ് കേട്ടാൽ നമുക്ക് ശരിക്കും ഈ മനുഷ്യനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? പിന്നെ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ, മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്താണ്? അത് നമ്മൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര ആരോപണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ മതി. പക്ഷേ ജനഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിനെയും ടാർണിഷ് ചെയ്യാനോ ഒരു നേതാവിനെയും മഹത്വവൽക്കരിക്കാനോ നമ്മൾ തയ്യാറല്ല. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് സത്യസന്ധമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ചുമതലയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആദ്യഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ട്രാക്ക് മാറിയാണ് ഓടുന്നത് എന്ന് ആദ്യം തന്നെ ജനഭൂമി പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഈ ചോദ്യത്തിനും എനിക്ക് മറുപടി പറയാനുള്ള അതാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ അയാളുടെ ശത്രു അയാൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു വിവാദം ശരിക്കും സ്ത്രീ വിഷയമാണ് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഇവർക്ക് രണ്ടുപേരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിനകത്തു നിന്ന് ഒളിഞ്ഞും പ്രതിപക്ഷത്തു നിന്ന് പരസ്യമായും വന്നു കഴിഞ്ഞു. അതായത് MLA ആയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭയങ്കരമായി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കേട്ടുകേൾവി മാത്രമാണ്, അത് അന്വേഷിക്കണം. ഷാഫിയും ഇദ്ദേഹവും തമ്മിൽ എന്താണ് ഇടപാട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചോദ്യത്തിൽ കഴമ്പില്ലേ? അല്ല, ചോദ്യത്തിൽ തീർച്ചയായിട്ടും കഴമ്പുണ്ട്. ഞാൻ മറ്റൊരു ചോദ്യം അന്വേഷണം ചോദിക്കട്ടെ. രാഷ്ട്രീയത്തിൽ വന്ന് ദരിദ്രനായ ഒരു നേതാവിന്റെ പേര് പറയാം. പഞ്ചായത്ത് മെമ്പർ ഒരാളുടെ പേര് എനിക്ക് പറയാം, അതാരാണ്? തലേക്കുന്നിൽ ബഷീർ. തീർച്ചയായിട്ടും ഉള്ള വസ്തു വരെ എഴുതി വിറ്റു, പാർട്ടിയെ ഉദ്ധരിക്കാൻ നടന്നു.
പക്ഷെ മണ്ടനായിരുന്നു മണ്ടനായിരുന്നു ഇൻ ദ സെൻസ് അദ്ദേഹത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല. അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പോയില്ല, സാന്ദർഭികമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു പേര് പറഞ്ഞപ്പോഴും ഞാൻ വേറൊരു പേരുടെ കൊണ്ട് സപ്ലിമെന്റ് ചെയ്യാം. തെന്നല ബാലകൃഷ്ണപിള്ള, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. എത്ര ഏക്കർ സ്ഥലമാണ് തെന്നല അദ്ദേഹത്തിന് ശൂരനാട് ഉണ്ടായിരുന്നത്? ഒന്നുമില്ല. അവസാനം മരിച്ചപ്പോഴേ കൊല്ലത്തൊരു ചെറിയ വീടും സ്ഥലവും മാത്രമല്ല, അതൊന്നുമില്ല. പക്ഷെ അതിന്റെ രസം വെച്ചാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അദ്ദേഹത്തിന്റെ പൂർവികമായി കിട്ടിയ സ്വത്തിന്റെ എത്രയോ ഇരട്ടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ സമ്പാദിച്ചു. അദ്ദേഹത്തിന് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കാം. കാരണം ഞാൻ കൈ പിടിച്ചുയർത്തിയവനൊക്കെ കോടീശ്വരന്മാരോ ശതകോടീശ്വരന്മാരോ ആയി ജനങ്ങളെ ദിവസവും സേവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കാണുന്ന അദ്ദേഹത്തിന് സന്തോഷിക്കാം. എന്തായാലും ശരി, ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ സമ്പത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കേരളത്തിൽ അവിഹിതമായി പണമുണ്ടാക്കാത്ത എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ കൈവിരലിൽ ഒതുക്കി നിർത്താൻ കഴിയുന്ന ആളുകൾക്കപ്പുറത്തൊന്നുമില്ല. കേരള രാഷ്ട്രീയം അത്ര മലീമസമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അഴിമതിക്കാരാണ്, സ്വജനപക്ഷപാതമുള്ള ആളുകളാണ്, വർഗീയതയുള്ള ആളുകളാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് പരമപുച്ഛമാണ് 95% നമ്മുടെ നേതാക്കന്മാരോട്. അതുകൊണ്ട് ഈ അഴിമതിയെക്കുറിച്ചൊന്നും പറയണ്ട. രാഹുൽ മാങ്കൂട്ടം കാശുണ്ടാക്കിയോ, ഷാഫി പറമ്പിൽ കാശുണ്ടാക്കിയോ, കാശുണ്ടാക്കാത്തവൻ ആരാ? അതാ എനിക്ക് അങ്ങോട്ട് ചോദിക്കാം. മനസ്സിലായി. ഇപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാമെന്ന് നോക്കാം. ശേഷം ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.